ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 4-ാം ദിവസം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പ്രതികരിക്കാൻ തയ്യാറായി താരസംഘടന അമ്മ. ഇന്ന് 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. കുക്കു പരമേശ്വരൻ നടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി കുക്കു പരമേശ്വരൻ, ദീർഘനാളായി അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സാന്നിധ്യം അറിയിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകയാണ് താങ്കൾ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇപ്പോൾ 4 നാൾ ആവുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അമ്മയുടെ ഒരു പ്രതികരണം വരുന്നത്. ഒരു സമയോചിതമായൊരു ഇടപെടൽ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന വിമർശനങ്ങൾ പരക്കെ ഉണ്ടാകുന്നുണ്ട് പൊതുസമൂഹത്തിൽ നടക്കം, ചലച്ചിത്ര മേഖലയിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ. താങ്കളുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും അമ്മയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് അമ്മ എന്തായാലും വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. അതിനെക്കുറിച്ച് താങ്കളോട് ചോദിച്ചിട്ടും ഇനി അത് കേൾക്കാൻ പോവുകയാണ് കേരളം. ഈ വിഷയത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ താങ്കളുടെ നിലപാട് എന്താണ്? ഇതിൽ നിലപാട് എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു തൊഴിൽ മേഖലയിൽ ന്യായവും നീതിയും നടക്കുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള അട്രോസിറ്റി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ അവിടെ പഠിക്കണമെന്ന് മനസ്സിലാക്കി സർക്കാർ ഒരു കമ്മിറ്റിയെ വെച്ച് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ചതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് പുറത്തു വരുമ്പോൾ അതിൽ വരുന്ന മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു സിനിമയിലെന്ന പോലെ ചലച്ചിത്ര മേഖലയിൽ തീർച്ചയായിട്ടും ആ കമ്മിറ്റിയിൽ വരുന്നതിൽ ഒരു 10% അത് സത്യം തന്നെ ആയിരിക്കണം. അതല്ല എന്ന് പറയുന്നില്ല. അത് ഈ സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്ന എല്ലാ മേഖലകളിലും ചൂഷണമുണ്ട്. അതില്ല എന്ന് പറയില്ല. ചലച്ചിത്ര മേഖല മാത്രമല്ല, അവിടെയും അത് തന്നെ സംഭവിക്കുന്നുണ്ട്. അതില്ല എന്ന് ആരും പറയില്ല. ആ ചൂഷണം നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ആഴവും വ്യാപ്തിയും അതിൻ്റെ അതിൽ നടക്കുന്ന അട്രോസിറ്റീസും മനസ്സിലാക്കി ഇപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞു. ബിക്കോസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അതറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണ് ഒരു സർക്കാർ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലൊരു റിപ്പോർട്ട് നടത്താൻ പറയുകയാണെങ്കിൽ അതിനർത്ഥം അവരതിൽ ആക്ട് ചെയ്യും എന്ന് തന്നെയാണ്. ഒരു പഠനം നടത്തുന്ന എന്തിനാണ്? കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലാതെ അതിനുവേണ്ടി ഇത്രയും കാശ് മുടക്കി അത് മൂടിക്കെട്ടി വെക്കാനല്ല എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അമ്മയുടെ റോൾ എത്രത്തോളം വേണ്ടതായി ബോധ്യപ്പെടേണ്ടതാണ്? ഒരു മിനിറ്റ്, നിങ്ങൾ ഈ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോഴും അഭിനയ മേഖല മാത്രമേ കാണുന്നുള്ളൂ മാധ്യമം. സ്ത്രീകൾ വർക്ക് ചെയ്യുന്നത് നടിമാർ മാത്രമായിട്ടല്ല. ഫെഫ്കയിൽ സ്ത്രീകളുണ്ട്, മാക്ടയിൽ സ്ത്രീകളുണ്ട്, എവിടെയൊക്കെ ഉണ്ട് സ്ത്രീകൾ. ഈ സംഘടനകളിലൊക്കെ ഉള്ള സ്ത്രീകളെ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടില്ല? എല്ലാവരും വന്നിട്ടില്ല. 67-62 സ്ത്രീകളെ മാത്രമേ ഹേമ കമ്മിറ്റി കണ്ടിട്ടുള്ളൂ. ഇത്രയും സ്ത്രീകളുണ്ട്. ഇവരുടെയൊക്കെ എടുത്താലേ ഒരു ആവറേജ് അറിയാൻ പറ്റുള്ളൂ, എന്താണ് റിയാലിറ്റി എന്ന് അറിയാൻ പറ്റുള്ളൂ. അതിലെ സത്യസന്ധത അറിയണം, അതിലെ വ്യാപ്തി അറിയണം, അപകടം അറിയണം. താങ്കളുടെ ഞാൻ ആ പരാമർശത്തെ മാനിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഈ താങ്കൾ പറഞ്ഞതുപോലെ 60ഓളം ആളുകളെ അല്ലെങ്കിൽ വിളിച്ചു, അല്ലെങ്കിൽ അവരെ മാത്രമാണ് വിളിച്ചത്. 10-200ഓളം പേർ അമ്മ എന്ന സംഘടനയിൽ തന്നെയുണ്ട്. അനുബന്ധമായിട്ടുള്ള മറ്റ് സാങ്കേതിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ വന്ന ആളുകൾ പോലും അവർ മുന്നോട്ട് വെച്ച പ്രതികരണങ്ങളുടെ ആകെത്തുക രത്നച്ചുരുക്കമായി നേരിടേണ്ടി വന്നിരിക്കുന്നത് വിവേചനത്തിൻ്റെയും ലൈംഗിക ചൂഷണത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു പ്രതലമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിളിച്ചവർ പോലും അത് പറയുകയാണ്. അപ്പോൾ അതിലെവിടെയാണ്? അങ്ങനെയെങ്കിൽ ഇവരെ ആരെങ്കിലും പ്രേരിപ്പിച്ചതാണോ? ആരെങ്കിലും പ്രേരിപ്പിച്ചതാണോ? ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയാം. എന്നെ ഇവിടെ വിളിച്ചിരുത്തിയത് എൻ്റെ അഭിപ്രായം പറയാനല്ലേ. നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ where can I say what I want to say? So if you ask one question, let me finish. അല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ അമ്മയുടെ അഭിപ്രായം എന്താണെന്നാണ്. അമ്മ എന്തു പറയുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്നില്ല ഫെഫ്കെ എന്തു പറയുന്നു. എല്ലാവരും ഇതിൽ ഭാഗപക്കുക്കളാണ്. എല്ലാവരും ചേർന്നേ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അമ്മയിൽ മാത്രമല്ല, നടികൾ മാത്രമല്ല ഇത് ഫേസ് ചെയ്യുന്നത്. ഈ ചൂഷണം എന്ന് പറഞ്ഞ ഭൂമിയിലുടനോളം സ്ത്രീകളുണ്ടോ അവിടെയൊക്കെ ചൂഷണമുണ്ട്. ഈ മലയാളം ഇൻഡസ്ട്രി മുഴുവൻ അഴുക്ക് നിറഞ്ഞതാണ് എന്ന രീതിയിൽ പറയുന്നത് വളരെ കഷ്ടമാണ്. ഇവിടെ തെറ്റുണ്ട്, തെറ്റ് സംഭവിച്ചു, അത് ഏറ്റെടുക്കുന്നു. തെറ്റ് സംഭവിച്ചു, അതിൽ ദുഃഖവുമുണ്ട്. നാളെ അത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ചർച്ചയെങ്കിലും ആരെങ്കിലും കൊണ്ടുവരുമോ? അതല്ലേ നമ്മൾ നടത്തേണ്ടത്? അവിടേക്കല്ലേ നമ്മൾ പോകേണ്ടത്? ഇപ്പം അമ്മയുടെ കഴിഞ്ഞ 4 ദിവസം അവരെന്ത് ചെയ്തു എന്ന്
ഞാൻ അമ്മയുടെ ഒരു മെമ്പർ മാത്രമാണ്. പക്ഷെ എനിക്കറിയാം അവിടെ നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുവാണ്. അതിന് വേറൊരു ചാനലുമായിട്ട് അവർ ടൈപ്പ് ചെയ്ത് ആ ഷോ ഫിനിഷ് ചെയ്തേ ഒക്കുള്ളൂ. ടൈം ബൗണ്ടാണ്. അമ്മയ്ക്ക് ധനം സമാഹരിക്കൽ കൂടിയാണത്. അത് നടക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരെയും മാറ്റി നിർത്തി ഇത് ചെയ്യാൻ പറ്റില്ല. അവരത് ഇന്നലെ വൈകുന്നേരം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് തിങ് ആയിരിക്കും അവരത് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇതുവരെ എനിക്ക് അവൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മൾ റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞത് ആലോചിക്കാതെ ചെയ്യേണ്ട കാര്യമല്ല. അത് മീഡിയ മാത്രം ചെയ്യുന്നതാണ്. എന്ത് കിട്ടിയാലും ഉടനെ ചാടിപ്പിടിക്കുക എന്നുള്ളത്. ആൻസർ ചെയ്യുന്നവർക്ക് ചിന്തിക്കണം, ചിന്തിച്ച് തന്നെ മറുപടി പറയണം. ബിക്കോസ് ഒരു പ്രാവശ്യം പറഞ്ഞത് കഴിഞ്ഞാൽ അതിനെ 10 മാറ്റും, പിന്നെ അത് ഓൺലൈനിൽ 20 മാറ്റും. നമ്മൾക്ക് ഈ വിഷമമുണ്ട്, ഉള്ളിൽ വളരെയധികം വിഷമമുണ്ട്. ഈ ലൈംഗിക ചൂഷണം മാത്രമല്ല ചൂഷണം, വേതനത്തിൽ അല്ലെങ്കിൽ നമ്മളെ കാണുന്ന നമ്മളോടുള്ള ഇന്നിക്വാലിറ്റി, റെസ്പെക്റ്റ് ഇല്ലായ്മ, ഇതൊക്കെ ചൂഷണങ്ങൾ തന്നെയാണ്. ഇതൊരു അടുത്ത കാലത്തല്ലേ സ്ത്രീകളായിട്ടൊന്ന് കണ്ടിട്ട് അവർക്കൊരു സ്പേസ് കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ അടുത്ത കാലത്തുണ്ടായില്ല. ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, ഇത് 5 വർഷം മുമ്പാണ് ഹേമ കമ്മിറ്റി നടത്തിയത്. 2018 പറഞ്ഞു. ആ സമയം ഞാൻ അമ്മയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറിയിരുന്നു. പക്ഷെ അതല്ല, 2018 മുതലുള്ള ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളുണ്ട്, ആക്ടേഴ്സ്. നിങ്ങൾ അവരിൽ ഒരാളെ വിളിച്ചിട്ട് സംസാരിച്ചോ? ഹൗ ആർ തിങ്സ്? എങ്ങനെയാണ് ഇപ്പോൾ ഇൻഡസ്ട്രി പോകുന്നത്? പണ്ട് നടന്ന കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. ആ തെറ്റ് കറക്റ്റ് ചെയ്യണ്ടേ നമ്മൾ? ശ്രീമതി കുക്കു പരമേശ്വരൻ, താങ്കളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഇടപെട്ട് വയ്ക്കും. ഒരിക്കലും സിനിമാ മേഖല മൊത്തത്തിൽ മലീമസമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മാതൃഭൂമി ന്യൂസ് ഒരർത്ഥത്തിലും എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം പക്ഷേ ഈ ഉണ്ടായിട്ടുള്ള പുഴുക്കുത്തുകൾ ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് നമ്മൾ അറിയണം. ഈ ഫാക്റ്റ് അറിയണമെങ്കിൽ ഇത് മൂടപ്പെടാൻ പാടില്ല. നമുക്കൊരു നിയമ സംവിധാനമുണ്ട്. ആ നിയമത്തിൻ്റെ വഴിയെ കൂടെ പോകണം. അങ്ങനെയാണ് നമ്മൾ പോയിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യവും അങ്ങനെയാണ്. അത് ഏത് മേഖലയായാലും ആ മേഖലയിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും തെറ്റുകാരാരാണ്? കാരണം ചില വിഴുപ്പ് പാണ്ഡം നമ്മൾ പേറിയിട്ട് കാര്യമില്ല. ആ വിഴുപ്പ് പാണ്ഡം പേറുമ്പോൾ പൊതുവേ ഒരു പൊതുബോധം, അവിടെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടും. അത് പാടില്ല മലയാള സിനിമയെ സംബന്ധിച്ചോളം. അങ്ങനെയുണ്ടെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ നെല്ലും പതിരും തിരിയണം. അങ്ങനെ ഒരു ആവശ്യം താങ്കൾ കുക്കു പരമേശ്വരനോടാണ് ഞാൻ ചോദിക്കുന്നത്, അമ്മ എന്ന സംഘടനയോടല്ല ഞാൻ ചോദിക്കുന്നത്. കുക്കു പരമേശ്വരൻ എന്ന പരിണതപ്രജ്ഞയായ വർഷങ്ങളായിട്ട് ഈ സംഘടനയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകയുടെ ആ നിലപാടുള്ള ഒരു വ്യക്തിയോടാണ് ചോദിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പൊതുസമൂഹം അറിയേണ്ടതല്ലേ? ഇതിനൊരു നിയമപരമായ ഒരു വഴികൾ വേണ്ടതല്ലേ? പൊതുസമൂഹം തീർച്ചയായും അറിയണം. ജനങ്ങൾ അറിയാതെ ഒന്നും നടക്കാനും പാടില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം. ഇതിൽ തെറ്റുണ്ട്, അതിലാരാണ് തെറ്റുകാരെന്ന് കണ്ടുപിടിക്കണം. ആ തെറ്റുകാർക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷയാണോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് സമൂഹമല്ല സർക്കാർ തീരുമാനിക്കും, കോടതി തീരുമാനിക്കും. അതൊക്കെ അങ്ങനെ തന്നെ നടക്കണം. അതൊന്നും മാറണം, അതൊന്നും ആവരുതെന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഇങ്ങനെയുള്ള തെറ്റുകൾ നടക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ഹൈ ടൈം വി ഷുഡ് സേ ദാറ്റ്. അതിന് വേണ്ട തിരിച്ചറിവുകൾ ഉണ്ടാക്കി അതിനെ മാറ്റണം. അതിൻ്റെ ഒരു മുന്നോടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടായ ഇന്ന് വരെ കേരളത്തിൽ ഒരു സിനിമാ നയം ഉണ്ടായിട്ടില്ല. സിനിമ വന്നതിന് ശേഷം ഇതുവരെ സിനിമാ നയം ഉണ്ടായിട്ടില്ല. ഈ സർക്കാർ സിനിമാ നയം ഉണ്ടാക്കുന്നു. അവിടെ എന്തൊക്കെയാണ് വരിക? അവിടെ ഇക്വാലിറ്റി വരും, അവിടെ റെസ്പെക്റ്റ് വരും, അവിടെ സ്ത്രീകളോടുള്ള എല്ലാ അട്രോസിറ്റീസ്ക്കും എതിരായിട്ടുള്ള പ്ലാനിങ്സ് വരും. എങ്ങനെ മുന്നോട്ട് പോകണം സിനിമ എന്നുള്ള കാര്യങ്ങൾ വരും. അതൊരു വലിയ ചുവടുവയ്പ്പല്ലേ? തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഇതുവരെ നടക്കാത്തത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് മാറ്റം വരുത്തുന്നത് ഏത് സർക്കാരായാലും അത് നടത്തണം. അത് ഗവൺമെൻറ്റാണ് നമ്മളിൽ ഇടപെട്ട് ചെയ്യേണ്ടത്. ആ സിനിമാ നയമാണ് നമുക്ക് വരാൻ പോകുന്നത്. എല്ലാ സിനിമ എൻറ്റിറ്റീസും ചേർന്നിരുന്ന് സംസാരിക്കണം. ഇപ്പോൾ ഒരു കോൺക്ലേവിനെ കുറിച്ച് പറഞ്ഞു. കോൺക്ലേവ് എന്തിനാണ്? ടു ഹാവ് ഡിസ്കഷൻസ്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നങ്ങളുള്ളവരോട് തന്നെ സംസാരിക്കണം, മാറിയിരുന്നല്ല. തീർച്ചയായും അത് താങ്കളുടെ നിലപാടായി ഞാൻ ആ കോൺക്ലേവിനോടുള്ള പരാമർശം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി ധന്യ രാജേന്ദ്രൻ കൂടി മാധ്യമപ്രവർത്തക ചേരുന്നുണ്ട്. ശ്രീമതി ധന്യ രാജേന്ദ്രൻ, ഇപ്പോൾ ഈ 4 ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മയുടെ ഒരു പ്രതികരണം നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോഴും അവിടെ സർക്കാരിൻ്റെ സമീപനങ്ങൾ നമ്മൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിൽ കുറേ പേജുകളടക്കം അത് കട്ട് ചെയ്യപ്പെടുകയാണ്. അവിടെ വിവരാവകാശ കമ്മീഷൻ പറയാത്ത പേജുകൾ പോലും കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഒളിച്ചുകളി സർക്കാർ ഇന്നും നടത്തുകയാണ്.
ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കാരണം 4 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ട്. ഇന്ന് ഞാൻ മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു. അമ്മ എന്ന AMMA എന്ന സംഘടനയ്ക്ക് ഒരു ആക്ടർ എഴുതിയ ഒരു കത്ത് 2018 അവർ കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഈ സംഘടന ഒന്നും ചെയ്തില്ല, എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചു. അവർ വീണ്ടും എഴുതിയൊരു കത്ത് നിങ്ങളുടെ ചാനലിൽ കാണിച്ചിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഈ ഓർഗനൈസേഷനോട് ആദ്യം ചോദിക്കേണ്ട കാര്യം. ഒന്ന്, നിങ്ങൾക്ക് ഇന്റേണൽ കംപ്ലൈന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ചെയ്യുന്നതെന്ന്. 2, സർക്കാരിനോട് ചോദിക്കേണ്ട ചോദ്യം, ഈ റിഡാക്ട് ചെയ്ത പോർഷൻസ്, അതായത് ഇൻഫർമേഷൻ ഓഫീസർ പോലും പറയാത്ത പോർഷൻസ് സർക്കാരിന് അത് റിഡാക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായേക്കാം. ബിക്കോസ് ഈ ഇൻഫർമേഷൻ കമ്മീഷൻ പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും ഭാഗങ്ങൾ റിഡാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന്. പക്ഷെ അതൊരു തീരുമാനം ആരാണ് എടുത്തത്, എന്ത് ബേസിസിലാണ് ആ തീരുമാനം എടുത്തത്? ബിക്കോസ് ഇൻഫർമേഷൻ ഓഫീസർ കൊടുത്ത പാരഗ്രാഫ്സിനേക്കാളും കൂടുതൽ ഗവൺമെന്റ് റിഡാക്ട് ചെയ്തു എന്നെങ്കിൽ അത് ഗവൺമെന്റിൽ ആരാണ് തീരുമാനിച്ചത്? മന്ത്രി പറഞ്ഞത് പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഗവൺമെന്റിൽ വായിച്ചത്, ആരാണ് ഈ തീരുമാനമെടുത്തത്, ഏതൊക്കെ റിഡാക്ട് ചെയ്യണമെന്ന്? പിന്നെ ഈ കുക്കു പരമേശ്വർ പറഞ്ഞ് ഞാൻ കേട്ടു, അതായത് AMMAയോട് മാത്രമല്ല ചോദിക്കേണ്ടത്, മറ്റു പല ഓർഗനൈസേഷൻസും ഇല്ല. തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ ഈ റിപ്പോർട്ടിൽ എനിക്കൊന്ന് 265 മുതൽ 280 വരെയുള്ള പാരഗ്രാഫോ അതോ അതിനപ്പുറമോ ഈ FEFCAയെ കുറിച്ചും മറ്റുള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ നിറയെ പറയുന്നുണ്ട്. അതായത് ഇവരെല്ലാവരും തന്നെ ഇവരൊരു ഫീഫ്ഡമാണ് നടത്തുന്നത്. അൺഒഫീഷ്യൽ ബാനുകളുടെ ആൾക്കാർക്ക് എഴുതിയ റൂൾസ് ഉണ്ടായിട്ട് പോലും ആ റൂൾസിനെ ഒന്നും ഫോളോ ചെയ്യാതെ ഇവരുടെ സ്വന്തമായ റൂൾസ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാവരും മറുപടി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എനിക്ക് വേറൊന്ന് പറയാനുള്ളത്, ഇതൊന്നും നമുക്ക് 2024 അറിഞ്ഞ കാര്യങ്ങളല്ല, 2018 മുതൽ പറയുന്ന കാര്യങ്ങളാണ്. 2018 ഹേമ കമ്മിറ്റി ഈ ആൾക്കാരെ എല്ലാം കാണുന്നത്. അതിനുശേഷം അന്നത്തെ മന്ത്രി ചലച്ചിത്ര അക്കാദമി വിളിച്ചുകൂട്ടിയ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ എല്ലാവരും പോയി. 2021 22 ഈ AMMA, FEFCA, WCC ഉൾപ്പെടെ എല്ലാ അസോസിയേഷൻസും അവരുടെ പോളിസി ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഇവരൊക്കെ എന്താണ് AMMA ഒക്കെ ചെയ്തത്? IC പോലും കൃത്യമായി ഫോം ചെയ്യാത്ത ഒരു ഓർഗനൈസേഷനാണ് ഇവര്. അതായത് ഇത് സിനിമ എടുക്കുന്ന ഇടമല്ല, ഇവിടെ IC വേണ്ട എന്നൊരു സ്റ്റാൻഡ് എടുത്തൊരു ഓർഗനൈസേഷനാണ് AMMA. പിന്നീട് ഹൈക്കോടതിയുടെ ഓർഡർ വരാൻ പോകുന്ന സമയം മാത്രമാണ് അവർ ഒരു ICയെ പെട്ടെന്ന് ഉണ്ടാക്കിയത്. അതായത് ഇന്ത്യയിൽ ഒരു പോഷ് റൂൾ ഉണ്ട്. ഇപ്പൊ ഞാനൊരു കമ്പനി ശ്രീമതി ധന്യ രാജേന്ദ്രൻ, നമ്മളെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇനി ചത്ത കുട്ടിയുടെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല, സംഭവിച്ചു. പക്ഷെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഇതിന്മേൽ നിയമപരമായ വഴിയാണ്. സർക്കാർ ഇന്നും ആവർത്തിക്കുന്നുണ്ട്, സർക്കാർ ആവർത്തിക്കുന്ന കാര്യം ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് അല്ലെങ്കിൽ ഒരു FIR പോലും ഇടാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന ഒരു സാങ്കേതികത്വത്തിൽ ഊന്നിപ്പിടിക്കുകയാണ്. അതിനെത്രത്തോളം അടിസ്ഥാനമുണ്ട്? ഇതിന്മേലൊരു നടപടിയിലേക്ക് പോകാൻ അതിനിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് വരികയാണ്. ഹൈക്കോടതിയാണ് പൊതുവേ നമ്മൾ പറയുമല്ലോ, ഇത്തരം കേസുകളിലൊക്കെ കോടതിയുടെ നിലപാടിലാണ് പലരും അഭയം തേടുന്നത്. അപ്പോൾ കോടതിയുടെ ഈ പരിഗണനാ വിഷയത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്? ഇതിന്റെ നടപടികൾ ഏത് തരത്തിൽ വിധേയമാക്കപ്പെടണം? അല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഓൾറെഡി നമുക്കൊരു പോഷ് ലോ ഉണ്ട് കൺട്രിയിൽ. ഒരു കേരള ഹൈക്കോടതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതായത് എല്ലാ പ്രൊഡക്ഷൻ ഹൗസിലും ഒരു IC ഉണ്ടാവണം എന്നൊക്കെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു കമ്പനി, ന്യൂസ് മിനിറ്റ്, നിങ്ങൾ മാതൃഭൂമി നടത്തുന്നു, നിങ്ങളുടെയൊക്കെ ഓഫീസിൽ IC ഉണ്ടല്ലോ, എനിക്കൊരു IC ഉണ്ട് ഇവിടെ. പക്ഷെ ഇതൊന്നും ഈ നാടിന്റെ ലോ പോലും ആപ്ലിക്കബിൾ അല്ലേ ഈ അസോസിയേഷൻസ് ഒന്നും? പിന്നെ ഇവർ എന്ത് കേൾക്കുന്നതാണ് നമ്മൾ ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്? അതായത് ഗവൺമെന്റ് എത്ര മീറ്റിംഗ് വിളിച്ചാലും ഈ രാജ്യത്തെ ലോ പോലും ഫോളോ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ എന്ത് അല്ല, ഇപ്പൊ ഇന്ന് ഈ 3 മണിക്കുള്ള പ്രസ് മീറ്റിൽ ഇവരെന്താണ് പറയുന്നത് നോക്കാം. ശരി, ഞങ്ങൾ നടപടികൾ എടുക്കാം, ഞങ്ങൾ ഇനി ഞങ്ങളുടെ മെമ്പേഴ്സ് തെറ്റുണ്ടായെങ്കിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കാം, അങ്ങനെ പ്രോമിസ് ചെയ്ത് മാത്രം വിട്ടാൽ പോരാ. അത് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് നമ്മൾ നോക്കുകൂടി വേണം. ഇനി കേസിന്റെ കാര്യത്തിൽ കോടതി പറയുകയാണ് ഇതിൽ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്, ഇതിൽ കേസ് എടുക്കണം എന്നുള്ളത് അത് കോടതിയുടെ തീരുമാനമാണ്. എന്റെ ഒരു അഭിപ്രായം 2019 ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം കേരള സർക്കാർ ഈ ആക്ടേഴ്സിനെ, ഈ ടെക്നീഷ്യൻസിനെയൊക്കെ കോൺടാക്ട് ചെയ്യണമായിരുന്നു. അവരോട് ചോദിക്കണമായിരുന്നു, നിങ്ങൾ പറഞ്ഞ റെസ്പോൺസിൽ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ഒരു ലീഗൽ കേസോ ഒരു പോലീസ് കേസോ കൊടുക്കണമോ എന്ന് സർക്കാർ അന്ന് ചോദിക്കണമായിരുന്നു. അത് ചോദിക്കാതെ 5 വർഷമാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. ശ്രീമതി ധന്യരാജേന്ദ്രൻ, ഇതുപോലെ അമ്മയുടെ ഒരു വാർത്താ സമ്മേളനം വരുമ്പോൾ നമ്മളുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഇത്തരത്തിലൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അമ്മ വിളിച്ചേർത്ത ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ വെട്ടക്കാരൻ്റെയും സാന്നിധ്യമുണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, പ്രധാനപ്പെട്ട നടന്മാർ, ഈ പോസ്റ്റിലൊക്കെ രാഷ്ട്രീയത്തിൽ പോലും ഇരിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ, അങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ രൂക്ഷ ഭാഷയിൽ മാധ്യമങ്ങൾ കേൾക്കുകയുമൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ 3 മണിക്ക് വിളിച്ചു ചേർക്കപ്പെടുന്ന വാർത്താ സമ്മേളനം ഒരു
വഴിപോക്ക് അല്ലെങ്കിൽ ഒരു വഴിപാട് പോലെ ആയിരിക്കുമോ, അതല്ല ഒരു ഇച്ഛാശക്തിയോടുകൂടി തങ്ങളുടെ ഫ്രട്ടേണിറ്റിയിൽ നിന്നും വരുന്ന ഒരു സ്വരമാണ്? അതിന് തടയിടണം, അതിന് നിയമപരമായ ഇടപെടൽ ഉണ്ടാകണം, അങ്ങനെയൊക്കെയുള്ളൊരു ആവശ്യം അമ്മ എന്ന സംഘടനയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. എന്തെന്നാൽ ഈ സംഘടന ഇത്രയും കാലമായിട്ട് ഒന്നും എന്താ പറയുക, 2018 മുതൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മുന്നിൽ എത്രയോ കംപ്ലൈന്റുകൾ ഇവരത് ഈവൻ ഈ ഓഗസ്റ്റ് 2017 ഫെബ്രുവരി അറ്റാക്ക് ചെയ്തപ്പെട്ട നടിക്ക് പോലും ഇവർ നീതി കൊടുത്തിട്ടില്ല. അവർ അത് വിട്ടുപോയപ്പോ പോലും അവരെ തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല. അല്ല, അവർ വിട്ടുപോയതല്ലേ എന്ന രീതിയിൽ പലപ്പോഴും ഇവരെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ ഒരു പ്രഹസനമായി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഇവരെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുമോ എന്ന്. ഈ നാട്ടിൽ നിലവിലുള്ള ലോസ് എല്ലാം ഉപയോഗിച്ചും അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന നയം ഉപയോഗിച്ചും ഇവരത് ഫോളോ ചെയ്യണമെന്ന് കർശനമായി പറയുന്ന ഒരു പോംവഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാതെ അവർ സ്വമേധയാ, അതല്ലെങ്കിൽ പിന്നെ ഈ ഓർഗനൈസേഷൻസ് പുതുതായി വരുന്ന അല്ലെങ്കിൽ മലയാളം സിനിമയിലെ പുതിയ ജനറേഷൻ ആൾക്കാരൊക്കെ അവർ ഇൻസിസ്റ്റ് ചെയ്യണം ഇങ്ങനൊരു മാറ്റം നമുക്ക് വേണമെന്ന്. തീർച്ചയായും നമ്മൾ ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തിനാണ് ഇവരെ ചുമക്കുന്നത് എന്നുള്ളതാണ്. കാരണം ചിലരെ ചുമന്നു കഴിഞ്ഞാൽ നാറുമെന്നൊരു ഉപമ പറയുന്നത് പോലെ ഈ സർക്കാരിന് അങ്ങനെ ഇത്രമേൽ മുഖം കാണിച്ചു കൊടുത്ത് ചെളി വാരി എറിഞ്ഞോളൂ എന്ന തരത്തിൽ നിൽക്കുകയാണ്. കാരണം ഓരോ പ്രതികരണങ്ങളും അങ്ങനെയാണ് വരുന്നത്. ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ അനുബന്ധമായി നേരത്തെ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ ആ റിപ്പോർട്ടിലെ 96-ാമത്തെ ആ ഒരു പാരഗ്രാഫ് അബദ്ധവശാൽ വന്നു. അതോടുകൂടി അറിയുന്നു അതിശക്തരുടെ റോളുണ്ട് എന്ന് പറയുന്നു. അതിനോട് അനുബന്ധമായി വരുന്ന പേജുകൾ അത് പുറത്തേക്ക് വിടണ്ട എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. അവിടെയും കത്രിക വെക്കുകയാണ് സർക്കാർ. അപ്പോൾ സർക്കാരിൻ്റെ ആ ഒരു നിലപാടും ഈ ഘട്ടത്തിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കോൺക്ലേവ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ശരിയാകുമെന്ന ആ ഒരു ബോധ്യമൊക്കെ അത് എങ്ങനെ വരുന്നു എന്ന ആശ്ചര്യം തോന്നുന്നില്ലേ ധന്യ? ഇല്ല, അത് ഇപ്പൊ മന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ, എല്ലാ ഇൻഡസ്ട്രികളിലും ഒരു പവർ ക്ലിക്ക് ഒക്കെ ഉണ്ടാവും, അതൊരു വലിയ സർപ്രൈസ് അല്ല, ഇതൊരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രി ആണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രിയാണ്, സർക്കാരിന് വളരെ താല്പര്യമുള്ള ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രിയാണ്. ഇതിനെ ഒരുപാട് ബാധിക്കണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യണമെന്നോ സർക്കാരിന് ഒരു ആലോചനയോ ഇല്ല. അത് മാത്രം, ഇത് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉള്ള ഇൻഡസ്ട്രിയാണ്, ഇതിൽ പലരും പൊളിറ്റീഷ്യൻസ് ആണ്, അത് മറ്റൊരു പ്രശ്നം. അപ്പൊ ഇത് ഇങ്ങനെ എല്ലാ കൺസിഡറേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്രയും കാലമായി അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതിരുന്നത്. അതായത് ശരിയാണ്, ഒരു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് കേരള സർക്കാർ തന്നെയാണ്, ആ ക്രെഡിറ്റ് സർക്കാരിന് പോകണം. മറ്റ് ഒരു സർക്കാരുകളും ചെയ്യാത്ത കാര്യം കേരള സർക്കാർ ചെയ്തു, ശരി. പക്ഷെ അത് അതോടെ അവസാനിക്കുകയാണല്ലേ. ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അതായത് ഇനി ഒരു കോൺക്ലേവ് വിളിച്ചു കൂട്ടുകയാണെങ്കിൽ പോലും അതിലൊരു സിനിമാ നയം രൂപപ്പെടുത്തുകയാണെങ്കിൽ അത് കർശനമായും അത് ഫോളോ ചെയ്യണം. അത് അറ്റ്ലീസ്റ്റ് സർക്കാർ അതെങ്കിലും they should make sure that ആൾക്കാർ ഇത് കർശനമായി ഫോളോ ചെയ്യുന്നു എന്ന്.